ഇപ്പോൾ അവിടെ ഒരു കല്ല് കിടക്കുന്നുണ്ടല്ലോ, ഞാനിപ്പോൾ ആ കല്ലിൽ എൻ്റെ വാഹനം കയറ്റി കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഇതേ ഇപ്പോൾ ഈ കല്ലിലേക്ക് എൻ്റെ വാഹനത്തിൻ്റെ ടയർ ഇതേ കയറി ടക്കേന്ന് പറഞ്ഞ് കയറി കണ്ടോ. അപ്പോൾ അത് കയറിയത് എനിക്ക് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. നിങ്ങൾ പ്രധാനമായിട്ട് ഇതിന് ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ വാഹനത്തിന്റെ റൈറ്റ് സൈഡിലെ മിറർ നമ്മൾ കൃത്യമായിട്ടും നമ്മുടെ വണ്ടിയുടെ വീതി കണക്ക് കൂട്ടുമ്പോൾ നോക്കണം. വലത് സൈഡിലെ മിററും ഇടത് സൈഡിലെ മിററിന്റെ വീതിയും കൂടെ നമ്മൾ നോക്കണം. അല്ലാതെ നമ്മളുടെ വാഹനത്തിന്റെ എ പില്ലർ ഈ ഒരു ഭാഗം മുതൽ റൈറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു എ പില്ലർ വരെ ഉള്ളത് മാത്രമല്ല നമ്മൾ കണക്കിലെടുക്കേണ്ടത്. നമ്മളുടെ വണ്ടിയുടെ വലത് സൈഡിലെ ടയർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ വാഹനത്തിന്റെ എ പില്ലറിനോട് ചേർന്ന്, അതായത് ഈ ഒരു റൈറ്റ് സൈഡിൽ ഈ എ പില്ലറിനോട് ചേർന്ന് നമ്മൾ ആക്സിലറേറ്റർ പെഡൽ കൊടുക്കുന്നത് ആ ഒരു ഭാഗത്താണ് വലത് സൈഡിലെ ടയർ വരുന്നത്. ഓക്കെ, അപ്പോൾ വലത് സൈഡിലെ ടയർ അവിടെ ജഡ്ജ് ചെയ്യുക, എന്നിട്ട് ഫ്രണ്ടിലേക്കുള്ള നീളവും മനസ്സിലാക്കുക. അപ്പോൾ ഇടത് സൈഡിലെ ടയർ എവിടെയാണ് വരുന്നത്? ഇടത് സൈഡിലെ ടയർ വരുന്നതും നമ്മളുടെ വാഹനത്തിന്റെ എ പില്ലറിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തെ എൻഡിൽ ഏറ്റവും താഴെയായിട്ട് നമ്മൾ കാല് വെക്കുന്ന ആ ഒരു ഏരിയയിലാണ് നമ്മളുടെ വണ്ടിയുടെ ഇടത് സൈഡിലെ ടയർ വരുന്നത്. എന്നാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെയും നോക്കിക്കൊണ്ട് മാത്രമല്ല നമ്മളുടെ ജഡ്ജ്മെന്റ് വരേണ്ടത്. ഇവിടെയും നോക്കണം, ഒപ്പം തന്നെ ലെഫ്റ്റും റൈറ്റും മിററിന്റെ വീതിയും കണക്ക് കൂട്ടണം. ഒപ്പം തന്നെ ചെയ്യേണ്ട ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ഇപ്പൊ ഉദാഹരണം നിങ്ങളെ ഞാൻ കാണിച്ചു. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഇതേ വാഹനം ഇവിടെ എടുക്കുകയാണ്. ഇത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ഞാൻ വാഹനം എടുത്തിട്ട് റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ ഞാൻ ചേർക്കാൻ പോകണം. നിങ്ങൾ നോക്കുക, റോഡിന്റെ പരമാവധി ലെഫ്റ്റ് ഞാൻ കോർണർ ചേർക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, എൻഡ് ചേർത്ത് ഓടിക്കുകയാണ്. ഇപ്പൊ എന്റെ വണ്ടി കറക്റ്റ് എൻഡ് ചേർന്നാണ് പോകുന്നത്. എൻഡ് ചേർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവിടുന്ന് ഒരു വാഹനം വന്നു കഴിഞ്ഞ ഇതുകൊണ്ട് ഞാൻ എൻഡ് ചേർന്ന് ആ കട്ടിങ് ചേർന്നാണ് പോകുന്നത്. ഇപ്പം ഞാൻ ഈ കട്ടിങ് ഇങ്ങനെ ചേർന്ന് പോകുന്നത് കൊണ്ട് തന്നെ ഇതുകൊണ്ട് എതിരെ വരുന്ന വാഹനത്തിന് പ്രോപ്പർ ആയിട്ട് പോകാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇപ്പൊ അവിടെ ഒരു കല്ല് കിടക്കുന്നുണ്ടല്ലോ, ഞാനിപ്പോൾ ആ കല്ലിൽ എൻ്റെ വാഹനം കയറ്റി കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഇതേ ഇപ്പോൾ ഈ കല്ലിലേക്ക് എൻ്റെ വാഹനത്തിന്റെ ടയർ കയറി ടക്കേന്ന് പറഞ്ഞ് കയറി കണ്ടോ. അപ്പോൾ അത് കയറിയത് എനിക്ക് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വാഹനത്തിന്റെ സെന്റർ ഏരിയ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, വാഹനത്തിന്റെ ഡാഷ്ബോർഡിന്റെ ഏകദേശം, അതായത് ഈ ഒരു ഏരിയ വെച്ചിട്ട് നമ്മൾ വണ്ടിയുടെ ലെഫ്റ്റ് ഏരിയ ജഡ്ജ് ചെയ്യണം. അതായത് എൻ്റെ കൈ ഇവിടുന്ന് വെച്ചത് നിങ്ങൾ നോക്കുക, ആ റോഡിന്റെ എൻഡും എൻ്റെ കൈയുടെ ഈ ഒരു ലെവലും സ്ട്രെയിറ്റ് ആണ്. അപ്പം ഞാൻ അവിടെ ഒരു കല്ല് കടന്നപ്പോൾ ആ കല്ലെ കയറ്റിയെന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വെച്ച് നോക്കിയിട്ടാണ്. ഇപ്പൊ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഇതേ വാഹനം എടുത്ത് കാണിച്ചാൽ ഇതേ ഇപ്പൊ ലെഫ്റ്റ് ചേർന്ന് പോവുകയാണ്. നമുക്ക് പരമാവധി നമ്മുടെ വണ്ടി ഇടത് ചേർന്ന് പോകണം. എതിരെ ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ഓടിക്കണം. ഇപ്പൊ കണ്ട് ഇവിടെ ചെറിയൊരു പൊടി പോലെയുള്ള ഏരിയ ഉണ്ട്, ആ എൻഡ് ചേർന്ന് എൻ്റെ വാഹനം വരുവാണ്.